പോലീസ് മേധാവിയായി രവത ചന്ദ്രശേഖർ ചുമതലയേൽക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ ചുമതലയേറ്റു. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. പുതിയ അധികാരം ഏറ്റെടുക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ പുതിയ മേധാവിയായിരിക്കുന്നു നമ്മുടെ സംസ്ഥാന പോലീസ് സേനയ്ക്ക്. വിശദ വിവരങ്ങൾ എന്താണ്? സംസ്ഥാന പോലീസ് മേധാവിയായി രവത ചന്ദ്രശേഖർ ചുമതലയേൽക്കാനായിട്ട് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് കണ്ട ദൃശ്യങ്ങൾ പോലീസ് ആസ്ഥാനത്ത് രവത ചന്ദ്രശേഖർ എത്തുമ്പോൾ ADGPമാരടക്കമുള്ള പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് സല്യൂട്ട് നൽകുന്നതാണ്. സല്യൂട്ട് നൽകി അദ്ദേഹത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോലീസ് മേധാവിയുടെ ഓഫീസിൽ അധികാര കൈമാറ്റ ചടങ്ങാണ് അടുത്തത് നടക്കാൻ പോകുന്നത്. നിലവിൽ ഇന്നലെ മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് വിരമിച്ചപ്പോൾ അധികാരം കൈമാറിയത് ADGP H. വെങ്കടേഷിനാണ്. അപ്പോൾ H. വെങ്കടേഷിൽ നിന്നാണ് ഇന്ന് രവത ചന്ദ്രശേഖരൻ അധികാരം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ഇന്നലെ ഇവിടെ എത്തിയിരുന്നില്ല. ഇന്ന് പുലർച്ചെയോടെയാണ് രവത ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് എത്തിയത്. അതിനുശേഷമാണ് പോലീസ് ആസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് രവത ചന്ദ്രശേഖരൻ അധികാരമേൽക്കുന്നതിൻ്റെ നടപടികളാണ് ഇനി നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇവിടെ പുഷ്പചക്രം അർപ്പിക്കും. ഈ പോലീസ് ആസ്ഥാന വളപ്പിലുള്ള സ്തൂപത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. അങ്ങനെയുള്ള നടപടിക്രമങ്ങളാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ സംബന്ധിക്കാൻ വേണ്ടി കണ്ണൂരിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10:30 വിമാനത്തിലാണ് കണ്ണൂരിലേക്ക് പോകുന്നത്. അതിനു മുൻപ് ഒരു പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും രവത ചന്ദ്രശേഖരൻ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേൽക്കാൻ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തി. അല്പസമയത്തിനകം അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങുകൾ നടക്കും. പോലീസ് ആസ്ഥാനത്ത് ADGPമാരടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. മോദി, പുതിയ പോലീസ് മേധാവിയായി രവത ചന്ദ്രശേഖർ ചുമതലയേൽക്കുകയാണ്. പോലീസ് ആസ്ഥാനത്തെത്തി സഹപ്രവർത്തകരുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം ഔദ്യോഗിക മുറിയിലേക്ക് എത്തി രേഖകളിൽ ഒപ്പുവയ്ക്കുകയാണ്. നിലവിൽ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷേഖ് ദർവേസ് സാഹിബ് വിരമിച്ചതിന് പിന്നാലെയാണ് പുതിയ പോലീസ് മേധാവിയായി രവത ചന്ദ്രശേഖർ ചുമതലയേറ്റത്. തുടർന്ന് ഇനി പോലീസ് ആസ്ഥാനത്തുള്ള സ്തൂപത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. പിന്നീട് കണ്ണൂരിലെ അവലോകന യോഗത്തിലായിരിക്കും ഏറ്റവും ആദ്യം പോലീസ് മേധാവിയായി ചുമതലയേറ്റെടുത്ത ശേഷം പങ്കെടുക്കുക. ഇന്ന് പുലർച്ചെയാണ് തലസ്ഥാനത്ത് രവത ചന്ദ്രശേഖർ എത്തിയത്. ADGP MR അജിത് കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ്, AIG G. പൂങ്കുഴലി എന്നിവർ തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. കൃത്യം 7 മണിക്ക് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് എത്തി അദ്ദേഹം ചുമതലയേൽക്കുകയാണ്. പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതലയുള്ള ADGP H. വെങ്കടേഷിൽ നിന്നാണ് രവത ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്തത്. അനന്തൻ തുടർന്നുണ്ട് വിവരങ്ങളുമായി. അനന്തൻ, തത്സമയ ദൃശ്യങ്ങളിൽ പരമ്പരാഗതമായി തുടരുന്ന സ്ഥാന ചിഹ്നങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്നത് കാണാം. വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോദി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് അധികാരം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മോദി സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായ ചില ചടങ്ങുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആ ബാറ്റൺ, ആ ദണ്ട്, അധികാരത്തിന്റെ ദണ്ട് അത് കൈമാറുകയാണ് ചെയ്തത്. അത് ശരിക്കും മുൻ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നാണ് അടുത്ത ഊഴത്തിൽ വരുന്ന ഉദ്യോഗസ്ഥൻ ഏറ്റെടുക്കേണ്ടത്. പക്ഷേ രവത ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് എത്താൻ വൈകിയതുകൊണ്ട്
ഇന്നലെ ഷെയ്ഖ് ദർവേസ് സാഹിബ് ആ ദണ്ട് എച്ച് വെങ്കടേഷ് ADGP എച്ച് വെങ്കടേഷിനെ കൈമാറിയിട്ടാണ് പോയത്. അപ്പോൾ എച്ച് വെങ്കടേഷിൽ നിന്നാണ് ഇപ്പോൾ പുതിയ പോലീസ് മേധാവി റവട ചന്ദ്രശേഖരൻ ആ ദണ്ട് ആ ബാറ്റൺ ഏറ്റുവാങ്ങിയത്. അത് അവിടെ ആ പോലീസ് മേധാവിയുടെ ഓഫീസിനുള്ളിൽ അതിനൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് അത് സ്ഥാപിക്കും. അത് അദ്ദേഹം അടുത്ത പോലീസ് മേധാവി വരുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ആ മുറിയിൽ തന്നെ ഉണ്ടാകും. ഏതായാലും ആ നടപടിക്രമങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒപ്പിട്ടു. സംസ്ഥാന പോലീസ് മേധാവിയായി റവട ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി പുറത്ത് വന്ന് വീണ്ടും സല്യൂട്ട് സ്വീകരിച്ച് അവിടെ സ്തൂപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങാണ്. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം റവട ചന്ദ്രശേഖരൻ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിരുന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുന്നുണ്ട്. അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് പുറത്തെ ചടങ്ങുകൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം IPS ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വന്ന് സല്യൂട്ട് സ്വീകരിച്ച ശേഷം പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങ് അതാണ് ഇപ്പോൾ